ജമ്മു കശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കുൽഗാമിൽ സൈനികന് വീരമൃത്യു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആർക്കെ. ഇപ്പോഴും അവിടെ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? മോർഗാം വില്ലേജിലാണ്, കുൽഗാമിലെ മോർഗാം വില്ലേജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കശ്മീർ സോൺ പോലീസാണ് ഈ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഭീകരർ ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സേന തെരച്ചിൽ നടത്തിയത്. അതിനിടെയാണ് ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ടുള്ള സൈനികന് വീരമൃത്യു ഉണ്ടായിരിക്കുന്നത്. ഭീകരർ നിറയൊഴിക്കുകയായിരുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ ഭീകരർ ആ മേഖലയിലുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ പരിശോധന നടത്താൻ കൂടുതൽ സേനാംഗങ്ങളെ എത്തിച്ചിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. ഈ സൈനികനെ, ഈ വീരമൃത്യു സൈനികനെ ആദ്യം വെടിയേറ്റപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അദ്ദേഹത്തിന് വീരമൃത്യു ഉണ്ടായത്. സ്ഥലത്ത് കൂടുതൽ ഉന്നത സേനാംഗങ്ങളും ഒപ്പം സംയുക്ത സേനയുടെ ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഭീകരരെ പിടികൂടാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സേനയുള്ളത്. ജമ്മു കശ്മീരിൽ നിന്ന് പലപ്പോഴായി കേൾക്കുന്ന വാർത്തയാണ്. വീരമൃത്യു മരിച്ച സൈനികൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒപ്പം ഈ തെരച്ചിൽ തുടരുകയാണെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ സേന അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാകും. അത്തരത്തിലുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ആണ് കീർത്തന. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ തണുപ്പ് കൂടുതലുള്ള സമയത്താണ് കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തവണ തണുപ്പ് കൂടുതൽ ഉണ്ടായ ഡിസംബർ അടക്കമുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് വലിയ നുഴഞ്ഞുകയറ്റം നടത്താനായി സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പല മേഖലകളിൽ നിന്നും ഒറ്റപ്പെട്ട വിധത്തിലുള്ള നുഴഞ്ഞുകയറ്റം ഈ മേഖലകളിലേക്ക് ഉണ്ടാകുന്നത്. കുൽഗാം ഭീകരരുടെ സാന്നിധ്യമുള്ള, പ്രാദേശികമായിട്ട് ഭീകരർ ചില സഹായങ്ങൾ ലഭ്യമാണ് എന്ന് കരുതുന്ന ഇടമാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് NIA കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ റെയ്ഡൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പ്രാദേശികമായിട്ട് ഭീകരരെ സഹായിക്കുന്നവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇതിനിടയിലാണ് ഈ മേഖലയിൽ ഭീകരർക്കായിട്ടുള്ള തിരച്ചിലും വിവിധ സ്ഥലങ്ങളിലായിട്ട് നടത്തി വന്നിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഈ പരിശോധന ഉണ്ടായത്. പരിശോധനയിൽ പങ്കെടുത്ത സേനാംഗങ്ങൾക്ക് നേരെയാണ് മറഞ്ഞിരുന്ന് ഈ ഭീകരർ നിറയൊഴിച്ചത്. അങ്ങനെ ഉണ്ടായ പ്രത്യാക്രമണം സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും ആ ഘട്ടത്തിൽ ഈ ഭീകരരുടെ വെടിയേറ്റ സൈനികന് വീരമൃത്യു സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എങ്കിലും പോകുന്നതിന് വഴിമധ്യേ അദ്ദേഹത്തിന് വീരമൃത്യു സംഭവിക്കുകയായിരുന്നു. കീർത്തന. ശരി, ജമ്മു കശ്മീരിലാണ് കുൽഗാമിൽ സൈനികന് വീരമൃത്യു. വീണ്ടും ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്നാണ് സംഭവം ഉണ്ടായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കൂടുതൽ സേന സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.